1 മക്കബായർ അധ്യായം 6. അന്തിയോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിൻ്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണ പരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തു നിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്തിയോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്തിയോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തി ഓടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവൻ്റെ നഗരമായ ബത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തബ്ധനായി. തൻ്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണം അടുത്തുവെന്ന് അവൻ ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരജത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ, അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അനന്തരം അവൻ സ്നേഹിതന്മാരിലൊരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി നിയമിച്ചു. തൻ്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടു വരണമെന്ന നിർദ്ദേശത്തോടു കൂടി അവൻ ഫിലിപ്പിന് തൻ്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്തിയോക്കസ് രാജാവ് 141 വർഷം അവിടെ വച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ് രാജാവിൻ്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് യുപ്പാത്തോർ എന്ന് പേര് നൽകുകയും ചെയ്തു. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 180 വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ടയെ ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അധർമ്മികളായ കുറെ ഇസ്രായേല്യരും അവരോട് ചേർന്നു. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകൾ കൈയടക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല, അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു.
ഇപ്പോൾ അവർ ജെറുസലം കോട്ട പിടിച്ചടക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട രാജാവ് ക്രുദ്ധനായി അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 1,00,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവൻ്റെ സൈന്യം. അവർ ഇതുമയായിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ പാളയത്തിനെതിരെ ബത്സക്കറിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കറിയയിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളം മുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവർ അതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി. രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിലൊന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിൻ്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവനെ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിൻ്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെ എത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലമിലേക്ക് നീങ്ങി. അവർ യൂദായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ദേശത്തിൻ്റെ സാബത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാൻ ഉതകുന്ന യന്ത്രങ്ങളും അമ്പെയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാരികളും സജ്ജമാക്കി.
അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചേർത്ത് തന്നു. എന്നാൽ അത് 7-ാം വത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു. വിജാതീയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. തൻ്റെ മകൻ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്തിയോക്കസ് രാജാവ് മരണത്തിനു മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശമയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവ്വം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിന് ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു. അവൻ നഗരം വീണ്ടെടുത്തു. ഒന്ന് മക്കബായർ അധ്യായം 7. 151 ആണ്ട് സെല്യൂക്കസിന്റെ മകൻ ദെമത്രിയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ദെമത്രിയൂസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കീമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി: യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തൻ്റെ സുഹൃത്തുക്കളിലൊരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബെക്കിദേസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേല്യരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കീമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക്
യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയൊരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിൻ്റെയും ബക്കിദസിൻ്റെയും അടുത്ത് ചെന്നു. ഇസ്രായേല്യരിൽ ഹസിദേയരാണ് സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹ്റോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു. നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ചു കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലമിന് ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ. ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബക്കിദസ് ജെറൂസലമിൽ നിന്ന് ബത്സൈത്തിൽ പോയി പാളയമടിച്ചു. തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചു കൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു. അവൻ രാജ്യം അൽക്കീമൂസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി. ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കീമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കീമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തി ആർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കീമൂസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിൻ്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കുവാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശം അയച്ചു: നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചുപേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർസലായിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലംപതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇത് കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു: ഇപ്രാവശ്യം യൂദാസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രൂദ്ധനായി ഇറങ്ങിപ്പോയി. ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും
വാളിന് ഇരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക. അവർ ഇനി നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനോർ ജെറൂസലമിൽ നിന്ന് ബേത്ത്ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവൻ്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വധിക്കണമേ. ആദാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിൻ്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനോറിന്റെ ശിരസ്സും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലതു കൈയും ഛേദിച്ച് ജെറൂസലമിന് തൊട്ടുവെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദതുന്നിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13-ാം ദിവസം ഇതിൻ്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. ഒന്ന് മക്കബായർ അധ്യായം 8. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസെയൂസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യൂമനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കുവാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റ് വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും
ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി. എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിലൊരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനംപ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിന്റെ പുത്രൻ യോഹന്നാന്റെ മകനായ യൂപ്പോളെമൂസിനെയും എലയാസറിന്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിൽ ആഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമായിലെത്തി. ആലോചനാ സംഘത്തിന് മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു: മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവന്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിൻ്റെയും സഖ്യത്തിൻ്റെയും സ്മാരകമായി ജെറൂസലമിൽ സ്ഥാപിക്കുവാൻ വോട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിൻ്റെ പകർപ്പാണ് ഇത്. റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിലെന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏത് മാറ്റവും സാധുവായിരിക്കും. ദെമത്രിയുസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്: ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. Chapter 6. As King Antiochus was traversing the inland provinces, he heard that in Persia there was a city called Elymais, famous for its wealth in silver and gold, and that its temple was very rich, containing gold helmets, breastplates, and weapons left there by Alexander, son of Philip, king of Macedon, the first king of the Greeks. He went therefore and tried to capture and pillage the city.
But he could not do so, because his plan became known to the people of the city, who rose up in battle against him. So he retreated, and in great dismay withdrew from there to return to Babylon. While he was in Persia, a messenger brought him news that the armies sent into the land of Judah had been put to flight, that Lysias had gone at first with a strong army and been driven back by the Israelites, that they had grown strong by reason of the arms, men, and abundant possessions taken from the armies they had destroyed, that they had pulled down the abomination which he had built upon the altar in Jerusalem, and that they had surrounded with high walls both the sanctuary, as it had been before, and his city of Bethzur. When the king heard this news, he was struck with fear and very much shaken. Sick with grief because his designs had failed, he took to his bed. There he remained many days, overwhelmed with sorrow, for he knew he was going to die. So he called in all his friends and said to them, "Sleep has departed from my eyes, for my heart is sinking with anxiety. I said to myself, Into what tribulation have I come, and in what floods of sorrow am I now? Yet I was kindly and beloved in my rule, but I now recall the evils I did in Jerusalem when I carried away all the vessels of gold and silver that were in it, and for no cause gave orders that the inhabitants of Judah be destroyed. I know that this is why these evils have overtaken me, and now I am dying, in bitter grief, in a foreign land." Then he summoned Philip, one of his friends, and put him in charge of his whole kingdom. He gave him his crown, his robe, and his signet ring, so that he might guide the king's son Antiochus, and bring him up to be king. King Antiochus died in Persia in the year 149. When Lysias learned that the king was dead, he set up the king's son Antiochus, whom he had reared as a child, to be king in his place, and he gave him the title Eupator. The men in the citadel were hemming in Israel around the sanctuary, continually trying to harm them and to strengthen the Gentiles. But Judas planned to destroy them, and called all the people together to besiege them. So in the year 150 they assembled and stormed the citadel, for which purpose he constructed catapults and other devices. Some of the besieged escaped. Joined by impious Israelites, they went to the king and said, "How long will you fail to do justice and avenge our kinsman? We agreed to serve your father and to follow his orders and obey his edicts. And for this the sons of our people have become our enemies. They have put to death as many of us as they could find, and have plundered our estates. They have acted aggressively not only against us, but throughout their whole territory. Look, they have now besieged the citadel in Jerusalem in order to capture it, and they have fortified the sanctuary and Bethzur. Unless you quickly forestall them, they will do even worse things than these, and you will not be able to stop them." When the king heard this, he was angry, and he called together all his friends, the officers of his army, and the commanders of the cavalry. Mercenary forces also came to him from other kingdoms and from the islands of the seas. His army numbered 100,000 foot soldiers, 20,000 cavalry, and 32 elephants trained for war. They passed through Idumea and camped before Bethzur. For many days they attacked it. They constructed siege devices, but the besieged made a sortie and burned these, and they fought bravely. Then Judas marched away from the citadel and moved his camp to Beth-Zechariah on the way to the king's camp. The king, rising before dawn, moved his force hastily along the road to Beth-Zechariah, and the armies prepared for battle, while the trumpet sounded. They made the elephants drunk on grape and mulberry wine to provoke them to fight. The beasts were distributed along the phalanxes, each elephant having assigned to it 1,000 men in coats of mail with bronze helmets and 500 picked cavalry. These anticipated the beast wherever it was, and wherever it moved they moved too, and never left it. A strong wooden tower covering each elephant and fastened to it by a harness held, besides the Indian mahout, 3 soldiers who fought from it.
The remaining cavalry were stationed on one or the other of the two flanks of the army to harass the enemy and to be protected from the phalanxes. When the sun shone on the gold and bronze shields, the mountains gleamed with their brightness and blazed like flaming torches. Part of the king's army extended over the heights, while some were on low ground, but they marched forward steadily and in good order. All who heard the noise of their numbers, the tramp of their marching, and the clashing of the arms trembled, for the army was very great and strong. Judas with his army advanced to fight, and 600 men of the king's army fell. Eleazar, called Avaran, saw one of the beasts bigger than any of the others and covered with royal armor, and he thought the king must be on it. So he gave up his life to save his people and win an everlasting name for himself. He dashed up to it in the middle of the phalanx, killing men right and left, so that they fell back from him on both sides. He ran right under the elephant and stabbed it in the belly, killing it. The beast fell to the ground on top of him, and he died there. When the Jews saw the strength of the royal army and the ardor of its forces, they retreated from them. A part of the king's army went up to Jerusalem to attack them, and the king established camps in Judea and at Mount Zion. He made peace with the men of Bethzur, and they evacuated the city, because they had no food there to enable them to stand the siege, for that was a Sabbath year in the land. The king took Bethzur and stationed a garrison there to hold it. For many days he besieged the sanctuary, setting up artillery and machines, fire-throwers, catapults, and mechanical bows for shooting arrows and sling stones. The Jews countered by setting up machines of their own, and kept up the fight a long time. But there were no provisions in the storerooms, because it was the 7th year, and the tide over provisions had been eaten up by those who had been rescued from the Gentiles and brought to Judea. Few men remained in the sanctuary. The rest scattered, each to his own home, for the famine was too much for them. Lysias heard that Philip, whom King Antiochus, before his death, had appointed to train his son Antiochus to be king, had returned from Persia and Media with the army that accompanied the king, and that he was seeking to take over the government. So he hastily resolved to withdraw. He said to the king, the leaders of the army, and the soldiers, "We are growing weaker every day. Our provisions are scanty. The place we are besieging is strong, and it is our duty to take care of the affairs of the kingdom. Therefore let us now come to terms with these men, and make peace with them and all their nation. Let us grant them freedom to live according to their own laws as formerly. It was on account of their laws, which we abolished, that they became angry and did all these things." The proposal found favor with the king and the leaders. He sent peace terms to the Jews, and they accepted. So the king and the leaders swore an oath to them, and on these terms they evacuated the fortification. But when the king entered Mount Zion, and saw how the place was fortified, he broke the oath he had sworn, and gave orders for the encircling wall to be destroyed. Then he departed in haste and returned to Antioch, where he found Philip in possession of the city. He fought against him, and took the city by force. Chapter 7. In the year 151, Demetrius, son of Seleucus, set out from Rome, arrived with a few men in a city on the seacoast, and began to rule there. As he was preparing to enter the royal palace of his ancestors, the soldiers seized Antiochus and Lysias to bring them to him. When he was informed of this, he said, "Do not show me their faces." So the soldiers killed them, and Demetrius sat on the royal throne. Then all the lawless and impious men of Israel came to him. They were led by Alcimus, who desired to be high priest. They made this accusation to the king against the people: "Judas and his brothers have destroyed all your friends, and have driven us out of our country. So now send a man whom you trust to go and see all the havoc Judas has done to us and to the king's land, and let him punish them and all their supporters." Then the king chose Bacchides, one of the king's friends, governor of west of Euphrates, a great man in the kingdom, and faithful to the king. He sent him and the impious Alcimus, to whom he granted the high priesthood, with orders to take revenge on the Israelites.
They set out, and on arriving in the land of Judah with a great army, sent messengers who spoke deceitfully to Judas and his brothers in peaceful terms. But these paid no attention to their words, seeing that they had come with a great army. A group of scribes, however, gathered about Alcimus and Bacchides to ask for a just agreement. The Hasidians were the first among the Israelites to seek peace with them, for they said, "A priest of the line of Aaron has come with the army, and he will not do us any wrong." He spoke with them peacefully and swore to them, "We will not try to injure you or your friends." So they trusted him. But he arrested 60 of them and killed them in one day, according to the text of Scripture. "The flesh of your saints they have strewn, and their blood they have shed round about Jerusalem, and there was no one to bury them." Then fear and dread of them came upon all the people, who said, "There is no truth or justice among them. They violated the agreement and the oath that they swore." Bacchides withdrew from Jerusalem and pitched his camp in Bethsaith. He had many of the men arrested who deserted to him, throwing them into the great pit. He handed the province over to Alcimus, leaving troops to help him, while he himself returned to the king. Alcimus spared no pains to maintain his high priesthood, and all those who were disturbing their people gathered about him. They took possession of the land of Judah, and caused great distress in Israel. When Judas saw all the evils that Alcimus and his men were bringing upon the Israelites, more than even the Gentiles had done, he went about all the borders of Judea, and took revenge on the men who had deserted, preventing them from going out into the country. But when Alcimus saw that Judas and his followers were gaining strength, and realized that he could not oppose them, he returned to the king and accused them of grave crimes. Then the king sent Nicanor, one of his famous officers, who was a bitter enemy of Israel, with orders to destroy the people. Nicanor came to Jerusalem with a large force, and deceitfully sent to Judas and his brothers this peaceful message: "Let there be no fight between me and you. I will come with a few men to meet you peaceably." So he came to Judas, and they greeted one another peaceably. But Judas's enemies were prepared to seize him. When he became aware that Nicanor had come to him with treachery in mind, Judas was afraid and would not meet him again. When Nicanor saw that his plan had been discovered, he went out to fight Judas near Kephar Salama. About 500 men of Nicanor's army fell. The rest fled to the city of David. After this, Nicanor went up to Mount Zion. Some of the priests from the sanctuary and some of the elders of the people came out to greet him peaceably and to show him the holocaust that was being offered for the king. But he mocked and ridiculed them, defiled them, and spoke disdainfully. In a rage he swore, "If Judas and his army are not delivered to me at once, when I return victorious, I will burn this temple down." He went away in great anger. The priests, however, went in and stood before the altar and the sanctuary. They wept and said, "You have chosen this house to bear your name, to be a house of prayer and petition for your people. Take revenge on this man and his army, and let them fall by the sword. Remember their blasphemies, and do not let them continue." Nicanor left Jerusalem and pitched his camp at Beth-horon, where the Syrian army joined him. But Judas camped in Adasa with 3,000 men. Here Judas uttered this prayer: "When they who were sent by the king blasphemed, your angel went out and killed 185,000 of them. In the same way, crush this army before us today, and let the rest know that Nicanor spoke wickedly against your sanctuary. Judge him according to his wickedness." The armies met in battle on the 13th day of the month Adar. Nicanor's army was crushed, and he himself was the first to fall in the battle. When his army saw that Nicanor was dead, they threw down their arms and fled. The Jews pursued them a day's journey from Adasa to near Gezara, blowing the trumpets behind them as signals. From all the surrounding villages of Judea people came out and closed in on them. They hemmed them in, and all the enemies fell by the sword, not a single one escaped. Then the Jews collected the spoils and the booty. They cut off Nicanor's head and his right arm,
which he had lifted up so arrogantly. These they brought to Jerusalem and displayed there. The people rejoiced greatly and observed that day as a great festival. They decreed that it should be observed every year on the 13th of Adar. And for a short time the land of Judah was quiet. Chapter 8. Judas had heard of the reputation of the Romans. They were valiant fighters and acted amiably to all who took their side. They established a friendly alliance with all who applied to them. He was also told of their battles and the brave deeds that they had performed against the Gauls, conquering them and forcing them to pay tribute. They had gotten possession of the silver and gold mines in Spain, and by planning and persistence had conquered the whole country, although it was very remote from their own. They had crushed the kings who had come against them from the far corners of the earth, and had inflicted on them severe defeat, and the rest paid tribute to them every year. Philip and Perseus, king of the Macedonians, and the others who opposed them in battle had been overwhelmed and subjugated. Antiochus the Great, king of Asia, who had fought against them with 120 elephants, and with cavalry and chariots and a very great army, had been defeated by them. They had taken him alive and obliged him and the kings who succeeded him to pay a heavy tribute, to give hostages, and a section of Lycia, Mysia, and Lydia from among their best provinces. The Romans took these from him and gave them to King Eumenes. When the men of Greece had planned to come and destroy them, the Romans discovered it and sent against the Greeks a single general who made war on them. Many were wounded and fell, and the Romans took their wives and children captive. They plundered them, took possession of their land, tore down their strongholds, and reduced them to slavery even to this day. All the other kingdoms and islands that had ever opposed them they destroyed and enslaved. With their friends, however, and those who relied on them, they maintained friendship. They had conquered kings both far and near, and all who heard of their fame were afraid of them. In truth, those whom they desired to help to a kingdom became kings, and those whom they wished to depose they deposed, and they were greatly exalted. Yet with all this none of them put on a crown or wore purple as a display of grandeur. They had made for themselves a senate house, and every day 320 men took counsel, deliberating on all that concerned the people and their well-being. They entrusted their government to one man every year to rule over their entire country, and they all obeyed that one, and there was no envy or jealousy among them. So Judas chose Eupolemus son of John, son of Achus, and Jason son of Eleazar, and sent them to Rome to establish an alliance of friendship with them. He did this to get rid of the yoke, for it was obvious that the kingdom of the Greeks was subjecting Israel to slavery. After making a very long journey to Rome, the envoys entered the Senate and spoke as follows. Judas, called Maccabees, and his brothers, with the Jewish people, have sent us to you to make a peaceful alliance with you, and to enroll ourselves among your allies and friends. The proposal pleased the Romans, and this is a copy of the reply they inscribed on bronze tablets and sent to Jerusalem, to remain there with the Jews as a record of peace and alliance. May it be well with the Romans and the Jewish nation at sea and on land forever. May sword and enemy be far from them. But if war is first made on Rome, or any of its allies in any of their dominions, the Jewish nation will help them wholeheartedly, as the occasion shall demand, and to those who wage war they shall not give nor provide grain, arms, money, or ships. This is Rome's decision. They shall fulfill their obligations without receiving any recompense. In the same way, if war is made first on the Jewish nation, the Romans will help them willingly, as the occasion shall demand, and to those who are attacking them there shall not be given grain, arms, money, or ships. This is Rome's decision. They shall fulfill their obligations without deception. On these terms the Romans have made an agreement with the Jewish people. But if both parties hereafter decide to add or take away anything, they shall do as they choose, and whatever they shall add or take away shall be valid.
Moreover, concerning the wrongs that King Demetrius has done to them, we have written to him thus, Why have you made your yoke heavy upon our friends and allies, the Jews? If they complain about you again, we will do them justice, and make war on you by land and sea.